സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ ഇന്നലെ പഠിച്ചത് എന്തോരായിരുന്നു? ഇന്നലെ ഇൻസ്റ്റന്റേനിയസ് വീഡിയോ വെച്ചേക്കുന്നത്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് വരെയാണ് നമ്മൾ പഠിച്ചത്. സോ എന്താണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ? ഒരു റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ഓർ പ്രൊഡക്റ്റ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ റിയാക്ടന്റിന്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ ഡെഫിനിഷൻ അതാണ്. അല്ലാണ്ട് എങ്ങനെ പറയാം? ഒരു റിയാക്ഷൻ എന്തോരം സ്പീഡിൽ നടക്കുന്നു, അതാണ് റേറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും രീതിയിൽ നമുക്ക് റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാം. ഇപ്പം റിയാക്ടന്റിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ കുറയുന്ന കാര്യമാണ്. കോൺസെൻട്രേഷൻ ആണ്. അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? R is equal to delta concentration of reactant minus delta concentration of reactant divided by delta T. പ്രൊഡക്റ്റിന്റെ രീതിയിലാണെങ്കിൽ അവിടെ കോൺസെൻട്രേഷൻ കൂടുവാണ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സോ ഇത് തന്നെയാണ് നമ്മുടെ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ ടൈം ഇന്റർവെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ, അവിടുത്തെ ആ ഒരു റിയാക്ഷന്റെ റേറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ചെറിയ ടൈം ഇന്റർവെൽ ആയതുകൊണ്ട് നമ്മൾ ഡെൽറ്റയ്ക്ക് പകരം എന്തിട്ട് കൊടുക്കും? ഡി എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ ഡി ആണ് ഇട്ട് കൊടുക്കുന്നത്. അതാണ് ഇവിടെ ആകെപ്പാടെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞങ്ങ് പോയത്. പിന്നെ നമ്മൾ 2 പ്രോബ്ലം ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. എന്താണ് റേറ്റിന്റെ യൂണിറ്റ്? എന്താണ്? മോൾ L raised to -1 second raised to -1. മോൾ L raised to -1 second raised to -1 ആണ്. അതുപോലെ തന്നെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ റേറ്റ് എഴുതുന്നത്? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് റേറ്റ് എഴുതുന്നത്? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ കോഎഫിഷ്യന്റ് ബൈ ആ കോഎഫിഷ്യന്റ് ആക്കണം. അത് മാത്രമല്ല, ഒരു റിയാക്ഷന്റെ കാര്യം എടുക്കുമ്പോൾ അവിടുത്തെ റേറ്റ്, റിയാക്ടന്റുകളുടെ റേറ്റും പ്രൊഡക്റ്റുകളുടെ റേറ്റും ഈക്വൽ ആയിരിക്കും. സോ നമ്മൾ റേറ്റ് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഈക്വൽ ടു ഇട്ട് എഴുതാവുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് റിയാക്ഷൻ. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ ഫാക്ടറുകളാണ് ഒരു റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഏതൊക്കെയായിരിക്കും? ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ, പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പറഞ്ഞ അത്രയും തന്നെ ഉള്ളൂ കേട്ടോ. റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ എക്സ്പീരിമെന്റൽ കണ്ടീഷൻ ലൈക്ക് കോൺസെൻട്രേഷൻ ഓഫ് 1 or more reactants, temperature, catalyst, surface area of the reactants. സോ ഇത്രയും കാര്യങ്ങളെയാണ്, അതായത് ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ, സർഫസ് ഏരിയ, കാറ്റലിസ്റ്റ്, ഇതിനെയൊക്കെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യണത്? ഒരു റിയാക്ഷന്റെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സോ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്? റിയാക്ഷൻ occur when greater speed when concentration of the reactant is high. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ റേറ്റ് എന്തായിരിക്കും? റേറ്റ് അല്ല, നമ്മുടെ സ്പീഡ്, റിയാക്ഷന്റെ സ്പീഡ്, റിയാക്ഷൻ സ്പീഡിൽ നടക്കും. ഓക്കെ, എന്താണ്? കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് സ്പീഡ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് ഫാക്ടർ ആണ് എന്ത്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് ഫാക്ടർ എന്താണ്? ടെമ്പറേച്ചർ. Reaction rate decreases as the concentration of the reactant decreases. So ഈ ഒരു ഗ്രാഫ്, ഈ ഒരു പേര്, ഒരു ലേഷാറ്റിയൽ പ്രിൻസിപ്പിൾ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ് ഒക്കെ പ്ലോട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണോ മുമ്പിലാണോ അറിയാലോ ഉണ്ടായിരുന്നു ലേഷാറ്റിയൽ പ്രിൻസിപ്പിൾ. കഴിഞ്ഞ വർഷം 10ലാന്ന് തോന്നുന്നു, +1 തോന്നുന്നു.
എവിടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഫാക്ടറാണ് ടെമ്പറേച്ചർ. നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പം അഫ്കോഴ്സ് കൈനറ്റിക് എനർജി കൂടും, അതിന്റെ സ്പീഡ് കൂടും, റിയാക്ഷന്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം. എന്താണ് ഈ റേറ്റ് എന്ന് പറയുന്നത്? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടിക്കൊണ്ടിരിക്കും? റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. തേർഡ് വൺ ആണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിന്റെ ആക്ഷൻ എങ്ങനെയായിരിക്കും? അത് സ്പീഡ് കൂട്ടും റിയാക്ഷന്റെ. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന ഒരാളാണ്. ആ റിയാക്ഷനിൽ അവൻ ഡയറക്റ്റ് പങ്കെടുക്കത്തൊന്നുമില്ല. ഇവന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? കാറ്റലിസ്റ്റ്. അവസാനം റിയാക്ഷൻ കഴിയുമ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് ആയിട്ട് എന്തും കൂടി ഉണ്ടാവണം. ഈ കാറ്റലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത കാറ്റലിസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റണം. ഓക്കെ, ഇപ്പൊ കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പം അൾട്ടർനേറ്റ് സ്പീഡ് ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ സ്പീഡിന് ചേഞ്ച് വരുത്താനാണ് നമ്മൾ കാറ്റലിസ്റ്റിനെ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹെൽപ് ടു അറ്റൈൻ ദ ഇക്വിലിബ്രിയം ക്വിക്ക്ലി. അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇക്വിലിബ്രിയം, പെട്ടെന്ന് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താനാണ്. ആൻഡ് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് കാറ്റലിസ്റ്റ് ഉണ്ട്. പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? സ്പീഡ് കൂട്ടാനും. നെഗറ്റീവ് കാറ്റലിസ്റ്റ് സ്പീഡ് കുറയ്ക്കാനുമാണ്. ഇവിടെ എന്ത് പഠിച്ചാൽ മതി? ടു അൾട്ടർ ദ സ്പീഡ് ഓഫ് റിയാക്ഷൻ. കാറ്റലിസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ റിയാക്ഷന്റെ സ്പീഡിനെ വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നത്. അടുത്ത സർഫസ് ഏരിയ ഓഫ് റിയാക്ടൻസ്. സർഫസ് ഏരിയ കൂടുന്നതാണോ കുറയുന്നതാണോ പെട്ടെന്ന് റിയാക്ഷൻ നടക്കാൻ നല്ലത്? കുറയുന്നതാണ്. മാക്സിമം പൗഡേർഡ് ആയിട്ട് ഇത് നമ്മൾ റിയാക്ടന്റുകളെ മാക്സിമം നന്നായിട്ട് പൊടിച്ചിട്ടാണ് ഇടുന്നതെങ്കിൽ പെട്ടെന്ന് റിയാക്ഷൻ നടക്കും. വലിയ കട്ടയൊക്കെ എടുത്തിരുന്നെങ്കിൽ റിയാക്ഷൻ ഒക്കെ നടക്കുന്നത് വളരെ സ്ലോ ആയിരിക്കും. സ്മോളർ ദ പാർട്ടിക്കിൾസ് സൈസ്, ഗ്രേറ്റർ ദ സർഫസ് ഏരിയ ആൻഡ് ഫാസ്റ്റർ ഇറ്റ് ഈസ് ദ റിയാക്ഷൻ. സോ എന്താണ്? സൈസ് കുറയും, സർഫസ് ഏരിയ കുറയുന്നതിനനുസരിച്ചായിരിക്കും എന്ത് റിയാക്ഷൻ നടക്കാൻ നല്ലത്. ഫിഫ്ത് വൺ ആയിട്ട് പറയുന്നത് പ്രസൻസ് ഓഫ് റേഡിയേഷൻ ആണ്. പ്രസൻസ് ഓഫ് റേഡിയേഷൻ. ദ റേറ്റ് ഓഫ് സം റിയാക്ഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് when radiation of suitable frequency is available, otherwise they are very slow or do not occur. So ചില റിയാക്ഷൻസിലൊക്കെ നമ്മൾ ചില എക്സ്റ്റേണൽ ഏജന്റുകളെ, കാറ്റലിസ്റ്റുകൾ പോലെ തന്നെ ചില എക്സ്റ്റേണൽ ആയിട്ട് കുറെ ആൾക്കാരെയൊക്കെ ആഡ് ചെയ്ത് വിടും. സോ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് റേഡിയേഷൻ കടത്തി വിടുക എന്ന് പറയുന്നത്. സോ അതെന്താണ്? ആ റിയാക്ഷനെ സ്പീഡിൽ നടത്താൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ 5 ഫാക്ടേഴ്സ് ആണ് നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, സർഫസ് ഏരിയ ഓഫ് റിയാക്ടന്റ്, പ്രസൻസ് ഓഫ് റേഡിയേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് റേറ്റ് ലോ ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് ലോ ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ്. എന്താണ് റേറ്റ് ലോയിൽ പറയുന്നത്? ദ റെപ്രസെന്റേഷൻ ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വൺ ഓർ മോർ റിയാക്ടൻസ് ഈസ് കോൾഡ് റേറ്റ് ലോ. ഇപ്പൊ റേറ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ റിയാക്ടന്റുകളുടെ റേറ്റ് അല്ല, റിയാക്ഷന്റെ റേറ്റിനെ ആരെ വെച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, റിയാക്ടന്റുകളെ മാത്രമേ നമ്മൾ ഇവിടെ നോക്കുന്നുള്ളൂ. എവിടെ? റേറ്റ് ലോയുടെ കാര്യത്തിൽ. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ടി ഡി. ഒരു ജനറൽ എക്സാമ്പിൾ ആണ്. ഇവന്റെ റേറ്റ് എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത്? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് നിങ്ങൾ മറ്റേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒക്കെ എഴുതിയ സമയത്ത് KC ഒക്കെ എഴുതിയായിരുന്നു. കോഎഫിഷ്യന്റ് വരുമ്പം എന്ത് ചെയ്താൽ മതി? കോൺസെൻട്രേഷൻ റേസ് ടു എ, അങ്ങനെയാണ് എഴുതുന്നത്. സോ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ എഴുതുന്നത്. റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ്. ഇവിടെ എക്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ കാര്യം ഞാൻ പറയാം. എ അല്ല, പകരം എക്സ് എന്നാണ്. ആൻഡ് ബി റേസ് ടു വൈ. ആൻഡ് ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കെനെ ആഡ് ചെയ്യണം. കോൺസ്റ്റന്റ് കെ ആണ്. കെനെയാണ് നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു എക്സും വൈന്നുമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ എക്സും വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. മേ ബി ആ ഒരു നമുക്ക് തന്നേക്കുന്ന ഇക്വേഷനിലെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് തന്നെ ആയിരിക്കും എക്സും വൈ ആയിട്ട് വരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റിൽ അതിനെ കണ്ടുപിടിച്ചെടുക്കണം. ഓക്കെ, അതാണ് നമ്മുടെ റേറ്റ് ലോയുടെ ആകെപ്പാടുള്ള ഒരു വ്യത്യാസം. സോ എന്താണ് റേറ്റ് ലോ എന്ന് എഴുതിക്കോ.
rate low. Rate low എന്താണ് എഴുതിക്കോ. Rate low can be defined as rate low can be defined as rate low can be defined as the expression in which the expression in which the expression in which the reaction rate is the reaction rate is the reaction rate is given in terms of given in terms of molar concentration of reactants molar concentration of reactants molar concentration of reactants with each term with each term with each term with each term raised to some power raised to some power raised to some power comma which may or may not be which may or may not be which may or may not be same as the stoichiometric coefficient same as the stoichiometric coefficient സ്റ്റോയിഷ്യോമെട്രിയുടെ സ്പെല്ലിംഗ് എന്ന് പറയോ? STO ICH IOM ETRIC stoichiometric coefficient of the reacting species of the reacting species in a balanced chemical equation in a balanced chemical equation. ഓക്കെ, എന്താണ് പറഞ്ഞേക്കുന്നത്? എന്താണ് റേറ്റ് ലോ എന്നാണ് പറയുന്നത്? ദ എക്സ്പ്രഷൻ ഇൻ വിച്ച് റിയാക്ഷൻ റേറ്റ് ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. അവിടെ നമ്മൾ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് ആരുടെ മോളാർ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ്? റിയാക്ടന്റുകളുടെ മോളാർ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ്. വിത്ത് ഈച്ച് ടേം റൈസ്ഡ് ടു സം പവേഴ്സ്. മാത്രമല്ല ഓരോ ടേം റൈസ് ടു എന്തോ ഒരു പവറും കൂടി ഉണ്ടാവും. which may or may not be same as the stoichiometric coefficient of the reacting species. അത് റിയാക്ടിംഗ് സ്പീഷ്യസിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് വേണമെങ്കിൽ ആവാം, അല്ലെങ്കിൽ വേറെ വാല്യൂ ആകാം. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റ് ഇക്വേഷനിൽ a raised to x എന്നിട്ടത്, b raised to y എന്നിട്ടത്. പിടികിട്ടിയോ? പിടികിട്ടിയോ അഭിഷേക്? റേറ്റ് ലോ പഠിക്കണം. കൂടെ ഇരിക്കുന്ന പഠിക്കാൻ വന്നിരിക്കുന്നതാണോ? ഓക്കെ, അങ്ങനെയാണ് അതിന്റെ താഴെ എഴുതുക. എക്സാമ്പിൾ ആയിട്ട് AA plus BB gives CC plus DD. ഈ ഇക്വേഷൻ എഴുതുക. AA plus BB gives CC plus DD. അതിന്റെ റേറ്റ് എങ്ങനെയാ വരുന്നത്? റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ A raised to x into concentration of b raised to y. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? കോൺസ്റ്റന്റിന് ഇട്ട് കൊടുക്കും. കോൺസ്റ്റന്റിന് ഇട്ട് കൊടുക്കുന്ന ഇക്വേഷൻ ആട്ടോ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ. സോ റേറ്റ് ഈസ് ഈക്വൽ ടു k into concentration of a raised to x into concentration of b raised to y. ഓർക്കണം, എക്സും വൈ എന്നും പറയുന്നത് നമ്മുടെ ഇവിടുത്തെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. ചിലപ്പം വേണേ ആവാം, ഇല്ലെങ്കിൽ വേറെ വാല്യൂ ആയിരിക്കും കേട്ടോ. ഇവിടെ കെ എന്ന് പറയുന്നതാണ് റേറ്റ് കോൺസ്റ്റന്റ്. കെ വെയർ കെ ഈസ് റേറ്റ് കോൺസ്റ്റന്റ്. അതും കൂടി ഒന്ന് താഴെ എഴുതി വെച്ചേക്കുക. വെയർ കെ ഈസ് റേറ്റ് കോൺസ്റ്റന്റ്.
where K is rate constant. ഇത്ര എഴുതിയില്ലേ? അടുത്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. എന്തൊക്കെയാണ് റേറ്റ് കോൺസ്റ്റന്റിന്റെ പ്രത്യേകതകൾ? ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. ദ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് എ മെഷർ ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫാസ്റ്റർ ഈസ് ദ റിയാക്ഷൻ. അപ്പൊ നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്തോരം കൂടുന്നോ അതിനനുസരിച്ച് നമ്മുടെ റിയാക്ഷൻ ഫാസ്റ്റർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഹെഡിങ് എഴുതിക്കോ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. Characteristics of rate constant. Yes, first point ആണ് rate constant is a measure of rate constant is a measure of rate constant is a measure of rate of reaction. Greater is the value of rate constant. Greater is the value of rate constant. Greater is the value of rate constant. Faster is the reaction. എന്താണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്? നമ്മുടെ റിയാക്ഷന്റെ റേറ്റിനെ മെഷർ ചെയ്യാൻ ഒരു വാല്യൂ ആണ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? റിയാക്ഷന്റെ സ്പീഡും കൂടും, അല്ലെങ്കിൽ റേറ്റും കൂടും. ഓക്കെ, എഴുതി അഭിഷേക് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ് പറയുന്നത്? ഈച്ച് റിയാക്ഷൻ ഹാസ് എ ഡെഫിനിറ്റ് വാല്യൂ ഓഫ് ദ റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ്സ് വാല്യൂ ഫോർ ദ സെയിം റിയാക്ഷൻ ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതായത് എന്താണ്? ഈ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് വാല്യൂ ആണ്. ഇത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആര് ചേഞ്ച് ചെയ്യും? റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂവും ചേഞ്ച് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മുടെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണല്ലോ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പം എന്ത് കൂടും? റേറ്റ് കൂടും. റേറ്റ് കൂടുവാണെങ്കിൽ ആര് കൂടുതലായിരിക്കും? റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടുതലായിരിക്കും. സോ സെക്കൻഡ് പോയിന്റ് എന്താണ് എഴുതേണ്ടത്? റേറ്റ് കോൺസ്റ്റന്റ് ഈസ് എ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് വാല്യൂ. റേറ്റ് കോൺസ്റ്റന്റ് ഈസ് എ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് വാല്യൂ. Rate constant is a temperature dependent value. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചേഞ്ച് ചെയ്യും? റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂവും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പിടികിട്ടിയോ? എഴുതിയോ? എഴുതി അഭിഷേക്? എഴുതി. ഓക്കെ, അടുത്ത തേർഡ് പോയിന്റ് ആണ് ഇറ്റ്സ് വാല്യൂ ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. എന്താണ് പറയണത്? റേറ്റ് കോൺസ്റ്റന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷൻ. Rate constant is independent of concentration of the reactants. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ്. യെസ്, ഫോർത്ത് പോയിന്റ് എഴുതിക്കോ. ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. The unit of rate constant depends upon the order of the reaction. Depends upon the order of the reaction. എഴുതിയോ? 4 പോയിന്റ് എഴുതിയോ? എന്താ അഭിഷേക് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്? 4 പോയിന്റ്. Rate constant is the measure of rate of reaction. Greater is the value of constant, faster is the reaction. Second point. Rate
constant is a temperature dependent value. Yes, temperature ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. തേർഡ് പോയിന്റ്, Rate constant is independent of concentration of reaction. യെസ്, അതായത് നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നാലാമത്തെ പോയിന്റ് എന്താണ് പറയണത്? Unit of rate constant depends on the value of reaction. വാല്യൂ അല്ല, ഓർഡർ. Order. സോ എന്താണ്, നമ്മൾ ഇതിന്റെ യൂണിറ്റ് ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ അടുത്ത നമുക്ക് പറയേണ്ടത് ഇതിനെ കുറിച്ചിട്ടാണ്, ഓർഡർ. എന്താണ് ഒരു റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത്? എന്താണ്? It is the sum of the concentration of the reactant in the term of റിയാക്ടന്റ് കോൺസ്റ്റന്റോ? നമ്മുടെ ഇവിടെ നമ്മളൊരു റേറ്റിന്റെ ഒരു ഇക്വേഷൻ എഴുതിയില്ലേ? ഈ പൊക്കത്ത് കിടക്കുന്ന അല്ലേ? ഈ എക്സിന്റെയും വൈയുടെയും സം എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓർഡർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഓർഡർ എന്ന് എഴുതിക്കോ. സം ഓഫ് order, ORDER, order of a reaction. It is the sum of power. It is the sum of power to which. It is the sum of power to which concentration terms are raised in the rate law expression. Raised, RAISED. It is the sum of power to which. അത്രയായല്ലോ. പവർ ടു വിച്ച് concentration terms are raised in the RAIS. expression. Okay. Raised in the. കിട്ടിയോ അഭിഷേക്? It is the sum of the power to which concentration terms are raised in the RAISED, raised in the rate law expression. എഴുതിയോ? കിട്ടിയോ? So ഈ ഇക്വേഷൻ നമ്മൾ ഒന്നും കൂടി എഴുതുക. റേറ്റ് ഈസ് ഈക്വൽ ടു K concentration of A raised to X into concentration of B raised to Y. ഈ ഇക്വേഷൻ ഒന്നും കൂടി എഴുതുക, നമ്മുടെ റേറ്റിന്റെ ഇക്വേഷൻ. എന്നിട്ട് താഴെ ഓർഡർ എന്ന് എഴുതുക, ഹൈഫൺ ഇടുക. എന്നിട്ട് എന്ത് എഴുതണം? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? ഈ കോൺസെൻട്രേഷൻ ടൈമിന്റെ പവർ ആണ്. പവറുകളെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓർഡർ എന്ന് വിളിക്കുന്നത്. കിട്ടിയോ അഭിഷേക്? നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷനെ വെച്ചിട്ടാണ് നമ്മൾ പറയണത്. അവന്റെ പവർ ആയിട്ട് വരുന്ന വാല്യൂസിനെ ആഡ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓർഡർ എന്ന് വിളിക്കുന്നത്. ഇത്രയും വരെ ക്ലിയർ ആണല്ലോ? ഓർഡർ തന്നെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയല്ലേ? ഫസ്റ്റ് ഓർഡർ ഒക്കെ അല്ലേ? ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പവറുകളുടെ സം എടുക്കുമ്പോ എത്രയായിരിക്കും കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നതെങ്കിൽ, അതായത് എഴുതുക if order is equal to 1, order 1 ആണെങ്കിൽ it's called first order reaction. അതിനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി ഓർഡർ 2 ആണെങ്കിലോ? സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ നമ്മൾ വിളിക്കും. ഇവിടെ ഓർഡർ ഓഫ് റിയാക്ഷൻ പറയുന്നുണ്ട്. The sum of power of the concentration of reactant in the rate law expression is called order of the chemical reaction. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടി സിമ്പിൾ ഡെഫിനേഷൻ കേട്ടോ.
അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ മിസ് പഠിപ്പിച്ചതിൽ ഇപ്പൊ ടീച്ചർ പഠിപ്പിച്ചതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പൊ അത് പഠിച്ചാൽ മതി കേട്ടോ. എല്ലാം കൂടി ഒന്നും പഠിച്ചു വെക്കണ്ട, ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. എളുപ്പം തോന്നുന്ന ഏതെങ്കിലും ഒരെണ്ണം. സോ എന്താണ് നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷനിലെ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷന് പവർ ആയിട്ട് വരുന്നവരെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഡർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. അതിന്റെ റേറ്റ് ആണ് എഴുതി വെച്ചേക്കുന്നത്. സോ എക്സും വൈയുടെയും സം എടുക്കുന്നതാണ് ഇവിടെ എന്ത് ഓർഡർ എന്ന് പറയുന്നത്. സോ എക്സും വൈയും എടുക്കുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നതെങ്കിൽ അതിന് നമ്മൾ ഫസ്റ്റ് ഓർഡർ എന്ന് വിളിക്കും. എക്സ് പ്ലസ് വൈ ചെയ്യുമ്പം 2 ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡ് ഓർഡർ എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പേജുകളെല്ലാം കുഴഞ്ഞുപോയി. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. For a reaction P gives Q. P arrow mark gives Q. Reaction എഴുതുന്ന പോലെ എഴുതണം കേട്ടാ. The rate become 8 times when concentration of P is doubled. Full stop. What is the order of the reaction? അതിന് മുമ്പ് നമുക്ക് ക്വസ്റ്റ്യൻ അവിടെ കിടക്കട്ടെ. അതിൽ ആൻസർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു കുറച്ച് സ്പേസ് വിടുക. എന്നിട്ട് ഞാൻ പറയുന്ന ഈ ഒരു റിയാക്ഷനുകളുടെ ഓർഡർ എത്രയാന്ന് എൻ്റെ അടുത്ത് പറയണം കേട്ടാ. ഓർഡർ ആദ്യം നമുക്ക് ജസ്റ്റ് റിയാക്ഷൻ വെച്ച് കണ്ടുപിടിക്കും, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യും. അതിന് കുറച്ച് സ്പേസ് വിടുക, എന്നിട്ട് അതിന്റെ ബാക്കിയായിട്ട് എഴുതിയാൽ മതിയേ. ഒരു 1/2 പേജൊക്കെ വിട്ടാൽ മതി, കുറച്ചുള്ള അതിന്റെ ആൻസർ. സോ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. NH4NO2 gives N2 plus H2O. ഇതാണ് റിയാക്ഷൻ. NH4NO2 gives N2 plus 2H2O. 2H2O ഉണ്ട് കേട്ടോ. ഇവന്റെ ഓർഡർ എത്രയാണ്? സോ ഓർഡർ എന്താന്ന് നമ്മൾ പറഞ്ഞത് ഇവരുടെ റേറ്റിന്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ ഇതിന്റെ റേറ്റിന്റെ ഇക്വേഷൻ എങ്ങനെയാ വന്നേ? R is equal to K കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഇവിടെ റിയാക്ടന്റ് NH4NO2 ആണ് അല്ലേ? റേസ് ടു ഇതിന്റെ പവർ. അപ്പൊ നമുക്കിപ്പം എന്താ അതിന്റെ പവർ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ നമ്മളോട് ഇങ്ങനെ ഇക്വേഷൻ തന്നേക്ക് വേണം നമ്മൾ എന്തിട്ട് കൊടുത്താൽ മതി? എന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, നമ്മളോട് എക്സാക്ട് വാല്യൂ പറഞ്ഞിട്ടില്ല എങ്കിൽ. ഓക്കെ, സോ ഇവിടെ പവർ ആയിട്ട് എന്താ വരിക? എന്താ അഭിഷേക് ഇവിടെ പവർ വരിക? ഇവിടെ റിയാക്ടന്റിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? ഒന്നുമില്ലെങ്കിൽ അവിടെ 1 ഉണ്ടെന്നല്ലേ? 1. സോ 1 ആണ് പവർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓർഡർ എത്രയായിരിക്കും? ഓർഡർ 1 ആയിരിക്കും. അതായത് ഇതൊരു ഓർഡർ റിയാക്ഷൻ ആണ്. ഓക്കെ, വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ പറയണം കേട്ടോ. H2 plus I2 gives 2HI. H2 plus I2 gives 2HI. ഇതിന്റെ ഓർഡർ എത്ര അഭിഷേക്? ഓർഡർ 1 ഒന്നല്ല, അല്ല 2 ആയി. 2ആണ് വന്നത്. അതെങ്ങനെയാ? നമ്മൾ ഇവന്റെ റേറ്റ് ഇക്വേഷൻ എഴുതുമ്പം R is equal to R എങ്ങനെയാ വന്നത്? K into molar concentration of H2 raised to
2. 2 ആ. എവിടുന്ന 2 എവിടുന്ന? 1 ഇവിടെ 1. കോഎഫിഷ്യന്റ് എടുക്കേണ്ടത്. കോഎഫിഷ്യന്റ് 1 ആണ്. 1 raised to 1 into molar concentration of I2 raised to 2 1 1 ആണ്. ഓക്കെ, ഇവിടെ എക്സിന്റെ വൈയുടെ സ്ഥലത്ത് എന്താണ്? 1 ആണ്. സോ 1 + 1 ഓർഡർ എത്രയായി? 2. ഓക്കെ, നമ്മുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ താഴെ കിടക്കുന്നതിനെ അല്ല കേട്ടോ നോക്കേണ്ടത്. ഇവിടെ എന്താണ്? 2 H2 മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തു. 2 H2 മോളിക്യൂൾ 2 I2 ആയിട്ട് കമ്പൈൻ ചെയ്തു. സോ കോഎഫിഷ്യന്റിനെ വെച്ചിട്ടാണ് നമ്മൾ പറയണം. സോ തേർഡ് ഇക്വേഷൻ ഇതാണ്. 2NO2 NO വരെയുള്ള 2NO plus O2 gives 2NO2. 2NO plus O2 gives 2NO2. Yes, ഇതിന്റെ ഓർഡർ എന്താണ്? 3 അല്ലേ? എന്തോ എത്ര അർജുൻ? 3 അല്ലേ? 3. ഓക്കെ ഓക്കെ, 3 ആണ്. സോ ഇവിടെ എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണ് വന്നത്? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO റേസ് ടു, ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 2 ആണ്. സോ റേസ് ടു 2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് O2. O2വിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എത്രയാ? 1. സോ 2 + 1 ഓർഡർ എന്ന് പറയുന്നത് എന്തായി? 3. ഇങ്ങനെയാണ് നമ്മൾ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഓർഡർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ പറയുന്ന കോഎഫിഷ്യന്റുകൾ ആവില്ല നമ്മുടെ എക്സും വൈന്നും. അപ്പൊ നിങ്ങളോട് എന്താണ് എടുത്ത് പറയുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റിയാക്ഷൻ ആയിരിക്കില്ല തന്നത്, ഇതോ ഇങ്ങനെ റേറ്റിന്റെ ഇക്വേഷൻ തരുമായിരിക്കും അങ്ങനെയുള്ള റിയാക്ഷന്റെ കാര്യത്തിൽ. ഓക്കെ, അല്ലാണ്ട് നിങ്ങളോട് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് റേറ്റ് എഴുതാൻ പറയുക അല്ലെ ഓർഡർ എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, എന്താണ് ഇവിടുത്തെ കോഎഫിഷ്യന്റ് കിടക്കുന്നത് അവനെ ഇട്ടങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണ് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വന്നേ. നമ്മുടെ പ്രോബ്ലത്തിൽ എന്നാന്ന് ചോദിച്ചേക്കുന്നത്, ഫോർ എ റിയാക്ഷൻ P gives Q എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. The rate become 8 times when concentration of P is double. P യുടെ കോൺസെൻട്രേഷൻ ഇരട്ടിയായപ്പം റേറ്റ് 8 times കൂടി എന്നാ പറയുന്നത്. What is the order of the reaction? So നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആലോചിച്ച് നോക്കൂ. ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി. എന്നിട്ട് വേഗം പറ എങ്ങനെ കണ്ടുപിടിക്കണം. ഇത് നമ്മുടെ പ്രോബ്ലത്തില് P gives Q എന്നാണ് പറഞ്ഞേക്കുന്നത്. PQI അവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? The rate become 8 times when concentration of P is double. P യുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയി. P യുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയപ്പോ അവിടെ റേറ്റ് എത്ര ടൈംസ് കൂടി എന്നാണ് പറയണത്? 8 ടൈംസ് കൂടി. സോ നമുക്ക് ആദ്യം ഡബിൾ ആവുന്നതിന് മുമ്പത്തെ കാര്യം എഴുതാം. ഡബിൾ ആവുന്നതിന് മുമ്പ് അവിടുത്തെ റേറ്റ് എത്രയായിരുന്നു? റേറ്റ് ഈസ് ഈക്വൽ ടു K into concentration of reactant raised to its power. പവറിന് ഇവിടെ എത്രയാ? X വേണ്ട, നിലവിലിവിടെ X ഇടാം. ഓക്കെ, X. ഇത് നമ്മുടെ റേറ്റ് ലോ വെച്ച് നമ്മൾ എഴുതിയതാട്ടോ. ഇവിടെ ആകെപ്പാട് ഒരൊറ്റ റിയാക്ടന്റേ ഉള്ളൂ, അവന്റെ മാത്രം നമുക്ക് എഴുതിയാൽ മതി. റേറ്റ് ലോ എന്ന് പറയുമ്പോൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ മാത്രം വെച്ചിട്ടേ നമ്മൾ എഴുതത്തുള്ളൂ. സോ സെക്കൻഡ് നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? P ഇരട്ടിയായി, P ഡബിൾ ആയി. നമ്മൾ എങ്ങനെ എഴുതുന്നത്? P ഇരട്ടിയായപ്പം റേറ്റ് 8 ടൈംസ് ആയെന്ന് പറഞ്ഞു. 8 ടൈംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ R into 8 ആണ് ചെയ്യേണ്ടത്. 8R ഈസ് ഈക്വൽ ടു, ഇരട്ടി എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? P യുടെ ഇരട്ടി 2 into P അല്ലേ? ആണോ? അതെ അതെ. സോ എങ്ങനെ വരും? P raised to
എൻ എന്ന് വരും. എന്നല്ല, നമ്മൾ എക്സ് എന്നാണ് ഇട്ടേക്കുന്നത്. എക്സ്. ഓക്കെ ആയോ? ഈ രണ്ട് സ്റ്റെപ്പ് ക്ലിയർ ആണോ? ആദ്യത്തെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹിന്ദി തന്നേക്കുന്ന കാര്യങ്ങൾ ഇട്ട് കൊടുത്തു. ആ രണ്ടാമത്തെ ഇക്വേഷൻ വന്നതൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? അല്ലേ അർജുൻ? നമ്മൾ എന്ത് ചെയ്യും? ഇത് 1 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്, ഇത് 2 എന്ന് പറയുന്ന ഇക്വേഷൻ ആണെന്ന് എടുക്കുക. 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യുക. നമുക്ക് ക്യാൻസൽ ആക്കി കളയേണ്ട ഇവന്മാരെ. സോ നമുക്ക് എങ്ങനെ വരും? 8R ഡിവൈഡഡ് ബൈ R ഈസ് ഈക്വൽ ടു K into molar concentration of P raised to X divided by K, the molar concentration of 2P, the whole raised to X. അല്ല, ഇവിടെ തിരിഞ്ഞു പോയല്ലോ റിയാക്ട് നമ്മുടെ ഈ സൈഡ്. ഒന്ന് പറയുന്നത് തിരിഞ്ഞു പോയെന്നൊന്ന് പറയുക. അല്ല, ഇവിടെ 8R എന്നല്ലേ 2P raised to X വന്നേ. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് 2P raised to X ഡിവൈഡഡ് ബൈ, നമ്മൾ ഇക്വേഷൻ കണ്ട ആ പാടെ അങ്ങ് എഴുതിയത്. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊക്കെ മാർക്ക് പോകുന്ന പരിപാടികളാണ്. P raised to X. ഓക്കെ, ഇപ്പൊ കറക്റ്റായി. സെക്കൻഡ് ഇക്വേഷന് ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇവിടെ ആരൊക്കെ ക്യാൻസൽ ആയി പോകും അഭിഷേകേ? LHS ആറും ക്യാൻസൽ ആവും. കെയും ക്യാൻസൽ ആകും. ഇവിടെ നമ്മൾ എക്സ് അത് പവറാണ്. അങ്ങനെ എക്സും ക്യാൻസൽ ആവും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുവാണെങ്കിൽ 2 raised to X P raised to X എന്ന് പറയുന്ന ഒരു ടൈം വരും അല്ലേ? 2 raised to X into P raised to X അങ്ങനെയല്ലേ വരിക? ഇവിടുത്തെയും P raised to X അങ്ങ് ക്യാൻസൽ ആയി പോകും. പക്ഷെ മിച്ചം അവിടെ എന്തുണ്ട്? 2 raised to X കിടപ്പുണ്ട്, മറന്നു പോകരുത്. സോ 8 ഈസ് ഈക്വൽ ടു 2 raised to X എന്ന് വരും. ആ 6 ക്യാൻസൽ ആയി പോയി. ഇല്ല, മിച്ചമുള്ള 6 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ മിച്ചമുള്ള എടുത്ത് എഴുതിയാൽ മതി. നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കി കണ്ടുപിടിക്കാൻ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 8നെ 2ന്റെ പവർ ആക്കാവോ നോക്കണം. പറ്റുമോ? 4 അല്ല, 4 വരില്ല. 4 into 2 8. 2 cube. ആ 2 ക്യൂബ്. 8ന് നമ്മൾ പവർ ആയിട്ട് എഴുതണം. 2 cube ഈസ് ഈക്വൽ ടു 2x എന്ന് വരും. 2 into 2 ആണെന്ത്? ഞാൻ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അല്ല, 3. പവറിന് വേണം നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ. 2 raised to 3, 2 raised to X. അങ്ങനെയാണ് ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. സോ എക്സ് ഈസ് ഈക്വൽ ടു 3. സോ ഈ ഇക്വേഷന്റെ ഓർഡർ എത്രയാണ്? 3 ആണ്. പിടി കിട്ടിയോ? നമ്മൾ ആദ്യം എന്താണ് നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു റേറ്റിന് ഇക്വേഷൻ എഴുതി, എന്നിട്ട് തന്നിരിക്കുന്ന ഹിന്റുകൾ വെച്ചിട്ട് രണ്ടാമതൊരു ഇക്വേഷൻ എഴുതി, അവരെ രണ്ടുപേരെയും ഡിവൈഡ് ചെയ്ത് ഇക്വേറ്റ് ചെയ്തപ്പോ നമുക്ക് ആൻസർ കിട്ടി. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച ആൻസർ നോക്കുക, ക്ലിയർ ആണോ നോക്കിക്കേ. അങ്ങനെയാണ് നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. ക്ലിയർ ആണോ? സോ താഴെ എന്ത് എഴുതണം? നമ്മളോട് ഓർഡർ ആണ് ചോദിച്ചേക്കുന്നത്. ഓർഡർ ഈസ് ഈക്വൽ ടു 3. അടുത്ത നമുക്ക് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. നമ്മൾ നേരത്തെ റേറ്റ് കോൺസ്റ്റന്റിന്റെ എന്തോ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോ അവിടെ യൂണിറ്റിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞ? ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓരോ റിയാക്ഷന്റെ ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്.
അതായത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് വേറെ ഒന്നായിരിക്കും, അതായിരിക്കില്ല സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, സോ നിങ്ങൾ ഇതിന്റെ എല്ലാത്തിന്റെയും യൂണിറ്റ് പഠിച്ചിരിക്കണം കേട്ടോ. ഫസ്റ്റ് ഓർഡർ, സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, nth ഓർഡർ. അങ്ങനെയാണ് സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് എങ്ങനെയാണ്? മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. വൺ വേർഡ് ഒക്കെ ആയിട്ട് ഇത് വേണം ചോദിക്കാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഓർഡർ എന്താണ്, അല്ല യൂണിറ്റ് എന്താണ്? ഓക്കെ, അപ്പൊ യൂണിറ്റ് പഠിച്ചിരിക്കണം. സോ ഇത് ആദ്യം എഴുതുക. സീറോത്ത് ഓർഡർ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്, യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. അതിന്റെ താഴെ സീറോ ഓർഡർ, സീറോ ഓർഡർ, സീറോ ഓർഡർ എഴുതിയിട്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആയിട്ട് എഴുതിക്കൊള്ളുക. അതായത് നേരെ ഒരു ഹൈഫൻ ഇടുക, എഴുതുക മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. എന്തോ ഈ അറ്റത്ത് കിടക്കണാണ്. മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. താഴെ എഴുതുക ഫസ്റ്റ് ഓർഡർ. സീറോ ഓർഡറിന്റെ നേരെ താഴെ എഴുതുക ഫസ്റ്റ് ഓർഡർ. ഫസ്റ്റ് ഓർഡറിന്റെ യൂണിറ്റ് എങ്ങനെയായിരിക്കും? സെക്കൻഡ് റേസ് ടു -1 എന്നേ ഉള്ളൂ. ഫസ്റ്റ് ഓർഡറിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് റേസ് ടു -1. സെക്കൻഡ് റേസ് ടു -1. എന്തൊരു ഫസ്റ്റ് ഓർഡറിന്റെ താഴെ എഴുതുക സെക്കൻഡ് ഓർഡർ, സെക്കൻഡ് ഓർഡർ. സെക്കൻഡ് ഓർഡറിന്റെ യൂണിറ്റ് എന്താണ്? മോൾ റേസ് ടു -1, മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1. മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1. മോൾ റേസ് സെക്കൻഡ് ഓർഡറിന്റെ കാര്യമാണ്. മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1. ലാസ്റ്റ് ആണ് nth ഓർഡർ. nth ഓർഡർ, nth ഓർഡറിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മോൾ ലിറ്റർ റേസ് ടു -1 ഹോൾ റേസ് ടു 1 - n, ഹോൾ റേസ് ടു 1 - n. മോൾ ലിറ്റർ റേസ് ടു -1 അവന്മാരെ ഒരു ബ്രാക്കറ്റിൽ ഇടുക. മോൾ ലിറ്റർ റേസ് ടു -1 എന്നിട്ട് റേസ് ടു 1 - n എന്നും കൂടെ ഇടണം. ആൻഡ് സെക്കൻഡ് റേസ് ടു -1. സോ ഈ യൂണിറ്റുകൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് വേണം ചോദിക്കാം. എഴുതിയോ? സോ ഇങ്ങനെ ഒരു ബോക്സ് പോലെയല്ല എഴുതി. സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, nth ഓർഡർ. അതിന്റെ റൈറ്റ് സൈഡിൽ അതിന്റെ യൂണിറ്റുകൾ. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ml റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ സെക്കൻഡ് റേസ് ടു -1. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1. ഇനി nth ഓർഡർ ആണെങ്കിലോ മോൾ ലിറ്റർ റേസ് ടു -1 ഹോൾ റേസ് ടു 1 - n സെക്കൻഡ് റേസ് ടു -1. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമുക്ക് അടുത്ത കാര്യം പഠിക്കാൻ പോകാം. അടുത്താണ് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. എന്താണ് ഒരു റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി. സോ എന്താണ് മോളിക്കുലാരിറ്റി എന്ന് എഴുതിക്കോ. The number of heading molecularity of a reaction. Molecularity of a reaction. Definition ആണ്. The number of reacting species. The number of reacting species. The number of reacting species take part in an elementary reaction. The number of reacting species take part in an elementary reaction. Take part in an elementary reaction, comma, which must collide simultaneously, which must collide simultaneously in order to bring about
in order to bring about a chemical reaction. സോ എന്താണ് ഇവിടെ നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മോളിക്യൂൾസ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തോരം ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് കൊളൈഡ് ചെയ്തിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അവിടെ പാർട്ടിസിപ്പേറ്റ് എന്തോ എന്താ പറഞ്ഞ പ്രസന്റേഷൻ ഓഫ് ചെയ്തായിരുന്നു അല്ല റേഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കും. എന്തെന്ന് റേഞ്ചിന്റെ ഇഷ്യൂ ആവാം. ഓക്കെ. സോ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തോരം നമ്പേഴ്സ് ഓഫ് മോളിക്യൂൾസ് ആണ് കൊളൈഡ് ചെയ്തിട്ടാണ് ഒരു റിയാക്ഷൻ നടക്കുന്നത്. ആ ഒരു നമ്പറിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് വിളിക്കുക. അതും റിയാക്ടിങ് സ്പീഷ്യസിന്റെ കാര്യം, റിയാക്ടന്റുകളുടെ കാര്യം. നമുക്കറിയാം രണ്ട് റിയാക്ടന്റ് കൊളൈഡ് ചെയ്തിട്ടേ അവിടുത്തെ റിയാക്ഷൻ നടക്കത്തുള്ളൂ, പ്രൊഡക്റ്റ് ഉണ്ടാകത്തുള്ളൂ. അവിടെ എന്തോരം നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യാനുണ്ട്, ഇതിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ താഴെ നമ്മുടെ ഒരു എക്സാമ്പിൾ പോലെ എഴുതിക്കൊള്ളുക. എ പ്ലസ് ബി ബി ഗീവ്സ് സി സി പ്ലസ് ഡി ഡി. സ്മോൾ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ എ പ്ലസ് സ്മോൾ ലെറ്റർ ബി, ക്യാപിറ്റൽ ലെറ്റർ ബി ഗീവ്സ് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഇല്ലേ ആ സാധനം. സ്മോൾ ലെറ്റർ സി, ക്യാപിറ്റൽ ലെറ്റർ സി പ്ലസ് സ്മോൾ ലെറ്റർ ഡി, ക്യാപിറ്റൽ ലെറ്റർ ഡി ആ കേട്ടോ. സോ അതിന്റെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? താഴെ എഴുതുക, ഇക്വേഷൻ എഴുതി കഴിഞ്ഞെങ്കിൽ മോളിക്കുലാരിറ്റി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, സ്മോൾ ലെറ്റർ എ പ്ലസ് സ്മോൾ ലെറ്റർ ബി. ഈ സ്മോൾ ലെറ്റർ എയും ബിയും ആരാ അഭിഷേകം? ആരാണ്? റിയാക്ടന്റുകളുടെ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് ആണ് എയും ബി. ഓർഡർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആയിരുന്നു. അതായത് അവന്മാര് വേണമെങ്കിൽ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് ആവാം, അല്ലെങ്കിൽ ആവില്ല. ഓക്കെ. പക്ഷെ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റുകളെ ആഡ് ചെയ്ത് എഴുതി വെച്ചാൽ മതി. ക്ലിയർ ആണോ? ഓർഡർ പോലെ തന്നെ ഓർഡറുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടാണ് മോളിക്കുലാരിറ്റി കിടക്കുന്നത്. മോളിക്കുലാരിറ്റിയും യൂണിമോളിക്കുലാർ ഉണ്ട്, ബൈമോളിക്കുലാർ ഉണ്ട്, ട്രൈമോളിക്കുലാർ. മോളിക്കുലാരിറ്റി 3 വരെ വരത്തുള്ളൂ. ഓക്കെ. മോളിക്കുലാരിറ്റി എവിടം വരെ വരത്തുള്ളൂ? യൂണി, ഡൈ, ട്രൈ. പിന്നെ 4, 5 ഒന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം അതിൽ കൂടുതൽ റിയാക്ഷൻസ് ഉണ്ട്. അഫ്കോഴ്സ് 10 മോളിക്യൂൾസ് ഒക്കെ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന റിയാക്ഷൻ ഉണ്ട്. പക്ഷെ എന്തായിരിക്കും, അവർക്ക് ഓരോരുത്തർക്കും പല പല സ്റ്റെപ്പിലായിരിക്കും റിയാക്ഷൻ. ഒരേ സമയം 10 മോളിക്യൂളും വന്ന് കമ്പൈൻ ചെയ്യുമല്ല. പകരം ആദ്യം ഒരു മോളിക്യൂൾ വേറെ മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്യും, അതിനുശേഷം അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് വേറെ മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്യും. അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും റിയാക്ഷൻ നടക്കുക. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, മോളിക്കുലാരിറ്റി എപ്പോഴും യൂണി, ഡൈ, ട്രൈ അത്രേ ഉള്ളൂ കേട്ടോ. സോ ഇന്ന് ക്ലാസ് എടുത്ത് അത്രയൊന്ന് നോക്കിക്കേ, മോളിക്കുലാരിറ്റി വരെ ക്ലിയർ ആക്കാൻ നോക്കിക്കേ. കുറച്ചുകൂടി പറയണോ? അടുത്തല്ലേ? തോന്നി സാരില്ല. അപ്പം അടുത്ത ക്ലാസ്സിൽ വരുമ്പം ഇത്രയും പഠിച്ചുകൊണ്ട് വരണം കേട്ടോ. ഇല്ലേ നേരത്തെ പറഞ്ഞൊക്കെ മറന്നുപോകും. ഓർഡർ എന്താണ്, മോളിക്കുലാരിറ്റി എന്താണ്, അവര് ഇതെന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് വരണം. സോ ഇന്ന് പഠിപ്പിച്ച അത്ര